ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു രോഗം പിടിപെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോ നബി തങ്ങൾ രോഗിയായി കിടക്കുകയാണെന്ന് മനസ്സിലായി. ഉദാഹരണം പനി എന്ന് പറയാം, നബി തങ്ങൾ പനിച്ചിടക്കുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനിയാണെന്ന് മനസ്സിലായ സമയം മുതൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലത്തെ പനിയണ്ട് തുടങ്ങി. അതിനാണ് ഇഷ്ക് എന്ന് പറയാം. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി പനിച്ചു കിടന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പനി മാറി, പള്ളിയിൽ വരാൻ തുടങ്ങി. സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് പനിച്ചു കിടക്കുകയാണ് എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവരും കൂടിയും കാണാൻ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയും കാണാൻ പോകുക. സ്ഥിരമായി കാണുന്ന ഒരാളെ 3 ദിവസം കാണാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. സ്ഥിരം കാണുന്ന ഒരാളെ 3 ദിവസം കണ്ടില്ലെങ്കിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അങ്ങനെ തെരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പനി മാറിയിട്ട് മൂപ്പരോട് നീച്ചു. നബിനെ കാണേണ്ട താമസം അസുഖം മാറിയിട്ട് നീച്ചിട്ട് ഒരു പാട്ട് പാടി, ഒരു ബൈത്ത്, ഒരു കവിത ചൊല്ലി. നബിയെ, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് രോഗം പിടിപെട്ടു. എന്റെ മനസ്സിന്റെ വിഷമം കാരണം മരിദൽ ഹബീബു ഫഅതുഹു ഫമരിദതു മിൻ നസഫി അലൈ ഫശഫൽ ഹബീബു ഫസാറനി ഫശഫൈതു മിൻ നദരി ഇലൈ. മരിദൽ ഹബീബു, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി. ഫഅതുഹു, അപ്പോൾ ഞാൻ നബി തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ഫമരിദതു, എനിക്കും ദണ്ണം തുടങ്ങി. മിൻ നദരി ഇലൈഹി, നബി തങ്ങളെ കണ്ടപ്പോൾ. മിൻ അസഫി അലൈഹി, മനസ്സിന്റെ അടങ്ങേറുണ്ട്. ഫശഫൽ ഹബീബു, എന്റെ ഹബീബിന്റെ പനി മാറി. ഫസാറനി, നബി തങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഫശഫൈതു, എന്റെ ദണ്ണം മാറി. മിൻ നദരി ഇലൈഹി, നബി തങ്ങളെ കണ്ടതിനാൽ. രോഗിയാം നബിയോരാരീഗത്ത് ചാരി സിദ്ദീഖും രോഗിയായി. രോഗം മാറിയ ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. അപ്പൊ ഇതാണ് അൽ-ഔസാഹു ബിത്തസീൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിയെ കുറിച്ച് പറയലാണ്. സൗന്ദര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ആള് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കുന്നതിനനുസരിച്ച് കൂടുന്ന സൗന്ദര്യമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. നമുക്ക് നോക്കുന്നതിനനുസരിച്ച് കുറയുന്ന സൗന്ദര്യമാണ് ഉണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തിന്റെ നേർ പകുതി നൽകിയിട്ടുള്ള ആളാണ് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് താരീഖിലുണ്ട്. നല്ല സൗന്ദര്യമായിരുന്നു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിന്. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം എത്തിച്ചേർന്നു. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുപോയി റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം സമ്മതിക്കാതെ പുറത്തിറങ്ങി. ഈ സംഭവം ആളുകൾക്കിടയിൽ പരസ്യമായപ്പോ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിലെ വലിയ ഒരു സൽക്കാരം വിളിച്ചു. മിസ്റിലെ സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് കൂടി ആക്ഷേപിക്കുന്നവരും ആക്ഷേപിക്കാത്തവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ചെത്തി തിന്നാൻ പറ്റുന്ന ഒരു പഴവും കയ്യിൽ ഒരു കത്തിയും കൊടുത്തു. അതിനുശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സദസ്സിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടത്തി. യൂസുഫ് നബി അലൈഹിസ്സലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇടയിൽ കൂടെ ഇങ്ങനെ പോയി ഒരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ നിന്നപ്പോഴേക്ക് സ്ത്രീകൾ ഒരു വിരൽ ഛേദിച്ചിരുന്നു എന്നാണ്. യൂസുഫ് നബി അവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വിരൽ ചെത്തിയിട്ടില്ല. അതിന്റെ കാരണം ആദ്യം കാണുമ്പോഴുള്ള ഭംഗി പിന്നെ കാണുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിനെയാണ് ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി എന്ന് പറയുന്നത്.
18 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുന്നു. കൊണ്ടുവരുമ്പോ നല്ല ഉറപ്പുണ്ടാവും. 20 അത്ര തന്നെ ഉണ്ടാവില്ല. 30 പിന്നെയും കുറയും, 40 വീണ്ടും കുറയും, 50 പറ്റ കുറയും, 60 ഇനി പറയാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ ഇതാണ് ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി. നബി തങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നതിനനുസരിച്ച് ഭംഗി കൂടിക്കൊണ്ടേയിരിക്കും. 10 കൊല്ലം നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിന്ന ആളാണ് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. 10ാമത്തെ കൊല്ലവും മുഖത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അനസേ മാ ബാലുക യാ അനസ്, എന്താ അനസേ, എത്താനസേ എന്റെ പൂതി എന്ന് ചോദിച്ചു. എത്തണ്യ എന്റെ പൂതി, എന്താ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണെന്ന് ചോദിച്ചു. മാ ബാലുക യാ അനസ്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി, ആസ്വദിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും മഹ്ശറയിൽ എത്തിയിട്ട് സ്വർഗാവകാശികളായാൽ തന്നെയും ഞാൻ എവിടെങ്കിലും, നിങ്ങൾ വലിയ ദർജയിലല്ല ഉണ്ടാവുക, അപ്പൊ നിങ്ങളെങ്ങനെ എപ്പോഴും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ ഞാൻ പരമാവധി ആസ്വദിക്കുകയാണ്. അപ്പോൾ മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു വഹി അറിയിച്ചു, സ്വർഗത്തിൽ എല്ലാവരെയും എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന വിവരം അവർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി താരീഖിൽ ഉണ്ട്. അപ്പൊ അതാണ് സംഗതി. അപ്പൊ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണുന്നതിനനുസരിച്ച്, ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്ന ഭംഗിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ്. ഇത് പറയുന്നതിനെയാണ് അൽ-ഔസാഹു ബിത്തസീൻ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ കാര്യം അൽ-ഔസാഹു ബിത്തംകീൻ ആണ്. അൽ-ഔസാഹു ബിത്തംകീൻ എന്ന് പറഞ്ഞാല് നമ്മളും നബിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയലാണ്. നബി തങ്ങൾ എന്റെ ജീവനാണ്, മുത്തുനബി എന്റെ ജീവന്റെ ജീവനാണ്, എന്റെ പിതാവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, എന്റെ മാതാവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ പറയുന്നതിനാണ് അൽ-ഔസാഹു ബിത്തംകീൻ എന്ന് പറയുന്നത്. അൻത ഉമ്മുൻ അമ്മാബുൻ മാ റഅയ്നാ فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد നബിയെ, നിങ്ങൾ ഞങ്ങളുടെ അമ്മയാണ്. ഉമ്മ മാത്രല്ല, നിങ്ങൾ ഞങ്ങളുടെ വാപ്പയാണ്. ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രല്ലേ കഴിയുള്ളൂ, വാപ്പയാവാൻ കഴിയൂലല്ലോ. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മയാവാൻ കഴിയൂല. എന്നാൽ നമ്മുടെ ഉമ്മയും വാപ്പയുമാകാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാത്തിമ ബീവി വാപ്പാനെ വിളിക്കൽ ഇന്റെ വാപ്പാന്നല്ല, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി ഉപ്പാനെ വിളിക്കലേ ഉപ്പാന്നല്ല, പിന്നെന്താ വിളിക്കുക? യാ റസൂലല്ലാഹ്. ഉമ്മയേക്കാൾ പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മള് നല്ലൊരു വീടുണ്ടാക്കിയെന്ന് വിചാരിക്കുക, നല്ലൊരു പുതിയ വീട്, നല്ലൊരു 2500 സ്ക്വയർ ഫീറ്റ് മേലൊക്കെ എടുത്തിട്ടുള്ള അടിപൊളി ഒരു വീട്. വീടിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു, ടൈൽസിന്റെ പണിയൊക്കെ കഴിഞ്ഞു, കുട്ടിട്ട് പെയിന്റൊക്കെ അടിച്ചു, കറണ്ടൊക്കെ കിട്ടി. നാളെ ഞായറാഴ്ച രാവിലെ ഹൗസ് വാമിംഗ് ആണ്. സുബഹിക്ക് പള്ളിക്കുന്ന ഉസ്താദന്മാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പാപ്പാനെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മളെ ഇന്ന് രാത്രി ചങ്ങായിമാരൊക്കെ വന്ന് ഏതെങ്കിലും ഫാന് കറങ്ങാത്ത ഉണ്ടോന്നൊക്കെ നോക്കി, ഏതെങ്കിലും ലൈറ്റ് കത്താത്ത ഉണ്ടോന്നൊക്കെ നോക്കി, അങ്ങനെ ഒന്ന് എല്ലാം കൊണ്ടും ഉഷാറാക്കി. നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ്. സുബഹിക്ക് പള്ളിക്കത്തെ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്. തങ്ങൾ വാപ്പാനോട് പ്രത്യേകം വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചങ്ങായിമാര് വന്നിട്ട് കത്താത്ത ബൾബ് ഏതെങ്കിലും ഉണ്ടോ നോക്കുന്നുണ്ട്.
ഫാനൊക്കെ തിരിണില്ലേ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനിയിപ്പോ എന്താ കമ്മിയുള്ളത് നോക്കുന്നുണ്ട്. പന്തലിട്ടിട്ടുണ്ട്. ബിരിയാണി വെക്കാൻ ആൾക്കാർ വന്ന് കോയിനെ വെട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി മുറിക്കൽ തുടങ്ങിയിട്ടുണ്ട്. രാത്രി 1:30 മണി സമയത്ത് മുത്തുനബി വന്നു എന്ന് വിചാരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വീട്ടിൽ വിചാരിച്ചാ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, സാലിമേ, ഈ പെര എനിക്കൊരാവശ്യമുണ്ടായിരുന്നു, ചാവിയോട് കാട്ടിക്കാം, നാളെ ഇജ്ജ് കുടിയിരിക്കണ്ട എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് ചാവി അപ്പൊ തന്നെ എടുത്ത് കൊടുക്കൂലേ? കൊടുക്കൂലേ? കരകട്ടരെ കൊടുക്കൂലേ? കൊടുക്കുമെന്ന് നിങ്ങൾ പറയാനാണ് ഞാൻ ചോദിക്കണേ. കൊടുക്കൂലല്ലേ? എന്നാൽ ആ സ്ഥാനത്ത് എന്റെ അമ്മാനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാല് കൊണ്ടൈക്കോളി നബിയെ എന്ന് പറയാൻ തയ്യാറുണ്ടോ? അന്നേ പരിപൂർണ മുഅ്മിനാവുള്ളൂ. എന്റെ അമ്മാനേക്കാൾ വലുത് ഞാനായിരിക്കണം, നിന്റെ പിതാവിനേക്കാൾ വലുത് ഞാനായിരിക്കണം. കുല്ലൗ കാന ആബാഉകും വഅബ്നാഉകും, വാപ്പാനേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളേക്കാൾ, ഭാര്യയേക്കാൾ, സമ്പത്തിനേക്കാൾ, വീടിനേക്കാൾ, ജീവനേക്കാൾ വലുത് എന്ന് ഞാനാകുന്നുവോ അന്നേ നിങ്ങൾ പരിപൂർണമായ മുഅ്മിനാവുകയുള്ളൂ എന്ന് ശഫീഉൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. അവിടെയാണ് സ്വഹാബത്ത് വിജയിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിം ആവുന്ന ഒരു രംഗമുണ്ട് താരീഖില്. മക്കം ഫതഹിന്റെ അന്ന് മക്ക ഇസ്ലാമിന് ഫത്ഹായി. മദീനയിൽ നിന്ന് നബിയും സഹാബത്തും മക്കയിൽ വന്ന് കഅബയിൽ നിന്ന് വിഗ്രഹങ്ങൾ ഒഴിവാക്കി കഅബ കഴുകി ശുദ്ധീകരിച്ച് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് മുത്തുനബി ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് പോയോക്കട്ടെ എന്ന് പറഞ്ഞു. ആ പോയിക്കോളി പറഞ്ഞു, എന്താ കുഴപ്പം? അങ്ങനെ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ പഴയകാല വീട് അന്വേഷിച്ചു കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ വാപ്പ അബൂ ഖുഹാഫ സുഖമില്ലാതെ കിടക്കുകയാണ്. 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. മോൻ വന്നതറിഞ്ഞപ്പോ അബൂ ഖുഹാഫ പറഞ്ഞു, മോനെ, എനിക്കും നിന്റെ മതത്തിൽ ചേരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് എഴുന്നേൽക്കാനും നടക്കാനും ഒന്നും വയ്യല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാനടുത്ത് കണ്ട് തോളിലിട്ടിട്ട് നബി തങ്ങളുടെ ഹളറത്തിൽ വന്ന് ഇറക്കി കസാലയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, നബിയെ, ഇതിന്റെ വാപ്പ അബൂ ഖുഹാഫയാണ്, ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്, നബിയെ, നിങ്ങളൊന്ന് കലിമ ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വാപ്പ അബൂ ഖുഹാഫ അത് ഏറ്റുചൊല്ലിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കരഞ്ഞു. മുത്തുനബി ചോദിച്ചു, അബൂബക്കറെ, എന്താ നിങ്ങൾ കരയണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയെ, എന്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായ സ്ഥാനത്ത് നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബ് മുസ്ലിം ആവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിച്ചപ്പോ കരച്ചിൽ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറെ, നിന്റെ വാപ്പ മുസ്ലിം ആകുന്നതിനേക്കാൾ എന്റെ എളാപ്പ മുസ്ലിം ആകുന്നത് നീ ഇഷ്ടപ്പെടാൻ എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടം ഉണ്ടാകുക എന്ന് ചോദിച്ചു. അപ്പൊ ആന്ന് പറഞ്ഞു, എന്നാ അതന്നെയാണ് എനിക്കും നല്ലോണം ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ.